ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ മലേഷ്യൻ കാഴ്ചകൾ 9ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലേഷ്യയിലെ ഹണിമൂൺ ചോക്ലേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതന്വേഷിച്ചുള്ള യാത്രയായിരുന്നു ഇന്ന്. പെട്രോണാസിനോട് ബൈ ബൈ പറഞ്ഞ് മലേഷ്യയിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആദ്യത്തെ പരിപാടി ഒരു ചോക്ലേറ്റ് ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യലായിരുന്നു. ശതമാനം പ്യുവർ മലേഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു ഔട്ട്ലെറ്റ്. അതാണ് ഞങ്ങൾ ഇന്ന് വിസിറ്റ് ചെയ്തത്. ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഡാർക്ക് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ്സ് മുതൽ ചില്ലി ചോക്ലേറ്റ് വരെ ഇവിടെ ലഭിക്കും. ഞങ്ങളെ സ്വീകരിക്കാൻ കമ്പനി എക്സിക്യൂട്ടീവ് അവിടെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി. കടന്നു പോകുന്ന വഴിയിലെല്ലാം ആ ഇടനാഴികളിലെല്ലാം ചോക്ലേറ്റ് നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പിക്ചറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Chocolate tiramisu chocolate. Okay, tiramisu chocolate yang mula zaman chocolate itu dark milk white. Apa namanya? Temple chocolate dry milk. और बेस्ट chocolate ना tiramisu का. Okay, tiramisu करते हैं हम मलेशिया की chocolate. which is super and this one good for body energy, interest and immunity. Sampai जैसे honeymoon chocolate सुना ना milk chocolate सुना. तो कर. Okay, अभी का टेस्ट देता हूँ. This pure white chocolate is 99%, in 80%, 70%. Okay, 99 or 80 like sugar free. ஓகே, இந்த மாதிரி ப்ராஜெக்ட் பண்ணீங்கன்னாக்கா உங்களுக்கு வந்து ஒரு ஃப்ரீ பேக் வந்து கொஞ்சம் ஆட்டோமேட்டிக்காக கட்டுவோம். சரிங்களா? வாங்க பேப்பர் ட்ரை பண்ணுவோம். അവിടുത്തെ ഒരു ജീവനക്കാരൻ ഡിഫറെൻ്റ് ടൈപ്സ് ചോക്ലേറ്റിൻ്റെ പ്രത്യേകതകളെല്ലാം അത് കാണിച്ചു തന്നു, വിവരിച്ചു തന്നു. പോകുന്ന വഴി ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനും തന്നു കേട്ടോ. വാസ്റ്റ് അറേ ഓഫ് ചോക്ലേറ്റ്സ്. എന്തുമാത്രം ചോക്ലേറ്റ് ആണെന്നില്ല. ശതമാനം മലേഷ്യൻ പ്രൊഡക്ട്സ് ആണിത്. മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒന്നും ഇവിടെ
ആഡ് ചെയ്തിട്ടില്ല. മലേഷ്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽ കൊണ്ടുള്ള ചോക്ലേറ്റാണ്. അതുപോലെ ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ഓഫറുകളുണ്ട്. ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ, ചില ഐറ്റത്തിന് 2 എണ്ണം വാങ്ങിക്കുമ്പോൾ 1 എണ്ണം ഫ്രീ, അങ്ങനെ ഒത്തിരി ഓഫറുകളുണ്ടായിരുന്നു. അതുപോലെ ചോക്ലേറ്റ് വാങ്ങാൻ മലേഷ്യൻ റിംഗറ്റോ, എല്ലായിടത്തും മലേഷ്യൻ റിംഗറ്റ് മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇവിടെ മലേഷ്യൻ റിംഗറ്റോ ഡോളറോ നമ്മുടെ ഇന്ത്യൻ മണിയോ എന്ത് വേണമെങ്കിലും സ്വീകരിക്കും. അത് ആർക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാം. ഞങ്ങളെല്ലാവരും ചോക്ലേറ്റ് വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി. നാട്ടിലെത്തി ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തപ്പോൾ ഒറ്റ കട്ടയായിരുന്നു.